നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് വേസ്റ്റ് തുണികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഡോർ മാറ്റാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി എന്തെല്ലാം വേണ്ടത് വെച്ചാൽ ഒരു വേസ്റ്റ് തുണി, അത് എന്ത് വേണേലും ആവട്ടോ. ഞാനിവിടെ ഒരു ഷോളാണ് എടുത്തിട്ടുള്ളത്. അത് വേണം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏത് ടൈപ്പ് ക്ലോത്ത് തന്നെ, കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഡോർമാറ്റൊക്കെ പൊതുവെ എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ കാലിലൊക്കെ വെള്ളമാവും, ചെടിയൊക്കെ ഇപ്പോൾ തുടച്ച് കളയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ കോട്ടൺ ക്ലോത്ത് ആകുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു സിസർ വേണം, പിന്നെ ഒരു നീഡിലും പിന്നെ നമ്മുടെ ത്രെഡ് നൂലും വേണം. ഇത്രയും സാധനം മതി നമുക്കൊരു ഡോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ക്ലോത്ത് എടുത്ത് നമ്മൾ ലെങ്ത്ത് വൈസിൽ ഒരു 2 ഇഞ്ച് വീതിയിൽ, പിന്നെ വലിയ നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് വീതി എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട്, ഈ ഷോൾ ഫുള്ളായിട്ട് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനത് ഫുള്ളായി കട്ട് ചെയ്തിട്ട് വരാം. നമ്മൾ അതിന് കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 3 പീസ് എടുക്കുക. ഇതുപോലത്തെ 3 പീസ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ 3 പീസും കൂടി ഒന്ന് കെട്ടിയിടാം. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, കെട്ടണമെങ്കിൽ കെട്ടാം, എങ്ങനെയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ കെട്ടാടുന്നത് ജസ്റ്റ് ഇങ്ങനെ കെട്ട് ചെയ്താൽ. ഇനിയിപ്പം 3 ഇതുപോലത്തെ 3 അഴികളായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ മുടിയൊക്കെ പിന്നുന്ന പോലെ പിന്നിടാം. ജസ്റ്റ് നമ്മൾ മുടിയൊക്കെ പിന്നിടുന്ന പോലെ തന്നെ ഇങ്ങനെ പിന്നി ഇടാം. ഫുള്ളായിട്ട് ഇങ്ങനെ പിന്നിടാം. ഞാനിത് പിന്നിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ പിന്നി വന്നപ്പോൾ ലാസ്റ്റ് എൻ്റെ ഇതിവിടെ ഇത് തീരാനായി, ഈ സ്ട്രൈപ്പ് തീരാറായി. അപ്പം ഞാനിവിടെ ഇതിൻ്റെ എൻഡിൽ വേറൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നമുക്കിത് കെട്ടിയിടാം, തുന്നാം, പിന്നെ സ്റ്റിച്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ നീഡിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് തുന്നി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം ഞാനിവിടെ തുന്നി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കൂടി നമുക്കിവിടെ തുന്നാനുണ്ട്. അതും ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്കിത് 2 കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളെ ടൈലറിംഗ് മെഷീൻ വെച്ച് പിന്നെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ ആയാലും കുഴപ്പമില്ല, അതാകുമ്പോൾ കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ എനിക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും 3 ലെങ്തി പീസാവുമല്ലോ. പിന്നെ വീണ്ടും നമ്മൾ ആ ഇങ്ങനെ നമ്മുടെ മുടിയൊക്കെ പിന്നിടുന്ന മാതിരി ഇതിങ്ങനെ മുടയാം. ഇങ്ങനെ പിൻ ചെയ്തിട്ട് എല്ലാ പീസും ഇതുപോലെ ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മളിത് എല്ലാ പീസും കൂടി ഇങ്ങനെ പിന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എല്ലാ പീസസും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഓരോ എൻഡിലും നമ്മൾ ഓരോ പീസ് ആഡ് ചെയ്തില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ എക്സസ് ആയിട്ട് ഇങ്ങനെ ഏതെങ്കിലും തുമ്പൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, ഈ ക്ലോത്തിൻ്റെ എക്സസ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ സീസർ വെച്ചിട്ട് കത്രി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ നമ്മൾ പിന്നെ വെച്ചിട്ടുള്ള ഈ ക്ലോത്ത് ജസ്റ്റ് ഒരു എൻഡ് പിടിച്ചിട്ട്, നമ്മൾ കെട്ടിയിട്ട് എൻഡില്ലേ, ആ എൻഡ് പിടിച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യാം. നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പോൾ ജസ്റ്റ് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ടൈ ചെയ്ത് നിൽക്കാണ്ട് ഇങ്ങനെ വിട്ടു പോരില്ല. അപ്പോൾ നമുക്കിത് ടൈ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സൂചിയും നൂലും എടുത്തിട്ട് ജസ്റ്റ് ഇതിലൂടെ ഇങ്ങനെ ഇട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് കെട്ടിയിടാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യുക. നമ്മൾ നീട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുക. ഓരോ ഇതിലും നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിങ്ങനെ വിട്ട് പോരും. ഓക്കെ, അങ്ങനെ ബാക്കിയെല്ലാം നമ്മൾ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാറ്റ് ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മാറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ഒരു ഡോർ മാറ്റ് റെഡി. ദിസ് ഈസ് അവർ ഡോർ മാറ്റ്. കണ്ടോ, ഇതിൻ്റെ നല്ല സൈഡാണ് ഇത്. നല്ല ഭംഗിയില്ലേ, നല്ല സുഖമുണ്ട് ഇതിൽ. നമ്മൾ കൈ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, പെട്ടെന്നൊന്നും തിന്നുന്നില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും നൂലോ ക്ലോത്തോ എന്തെങ്കിലുമൊക്കെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സിസർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പീസ് പൊന്തി നിൽക്കുന്നുണ്ട്. സിസർ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റെ ഡോർമാറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇത് നിങ്ങളും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ് ഇങ്ങനെ